ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്ന് മംഗലാപുരത്തേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞമ്പാടീനെയും അമ്മേനെയും ഉണ്ണിമോളെ കണ്ട് കുറച്ച് ദിവസമായി. അവൾക്ക് ലീവ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഇങ്ങോട്ടും വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് അവിടേക്ക് പോവാമെന്ന് കരുതി ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. പുലർച്ചയ്ക്കുള്ള വണ്ടിക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ ഒരു 9:30-9:45 കൂടിയിട്ട് നമ്മൾ മംഗലാപുരത്ത് എത്തിട്ടോ. നമ്മുടെ ഇവിടെ പോലെ തന്നെ മഴ ഉണ്ടായിരുന്നു. അവിടെയും അമ്മേനെ വിളിക്കുമ്പോഴൊക്കെ മഴയുണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മളവിടെ ഇറങ്ങിയപ്പോഴും ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ട്രെയിൻ ഇറങ്ങിയിട്ട് ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഓട്ടോയിലേക്ക് കയറാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിത് അവരുടെ അടുത്തെത്തി. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ കുഞ്ഞു ബേബി മാമൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഞാനും അവളും കൂടി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളൊരു ഫേസ് പാക്ക് ഇടാമെന്ന് കരുതി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയും ഏട്ടനും ഒക്കെ ഞങ്ങളെ നല്ല കളിയാക്കണുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതാണ് ഞങ്ങൾ ഈ ചിരിക്കണത് തന്നെ. ഫേഷ്യലിൻ്റെ ഓരോ ഘട്ടങ്ങളും ഞങ്ങളിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ ഞങ്ങൾ വോയിസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ആകെ ബഹളമാണ്. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയപ്പോൾ ആ ഒരു ബഹളം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനും ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയോ മിസ്സായിട്ടുണ്ട്, അതാണ് അത് കാണിക്കാത്തത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞു. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്ലാനുകൾ വേറെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫേഷ്യലും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞു. ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി എല്ലാവരും കൂടെ പുറപ്പെട്ട് അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായി ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് നിന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഓടി പിടിച്ചിട്ട് ട്രെയിൻ കിട്ടിയിട്ടോ ഞങ്ങൾക്ക്. ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഉടുപ്പിയിലേക്കാണ്. അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അമ്മ വിൻഡോ സീറ്റ് പോയിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എല്ലാവരും. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടോ. ഏതായാലും വണ്ടിയിലൊക്കെ കയറിയതല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളിത് ആ ഉടുപ്പിയിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് നടന്നു. കുറേ നേരം ഇരുന്നതല്ലേ, അപ്പോൾ ഒന്ന് നടന്നു. അപ്പോൾ അവിടെ അറ്റത്തൊരു ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര സെറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവുക കേട്ടോ. ആ കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെയുള്ള എല്ലാ തരം ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. നല്ല റേറ്റിനാണ് ഇവിടെ കിട്ടുന്നത്. നല്ല നല്ല ഡ്രസ്സുകളുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് ഇഷ്ടമായി ഡ്രസ്സുകളൊക്കെ അവിടുത്തെ കേട്ടോ. ഈ ഒരു ഷോപ്പ് നമ്മൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തന്നെയാണ് കേട്ടോ. അവിടെ തന്നെയാണ്, പുറത്തേക്കൊന്നും പോയിട്ടില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു കേട്ടോ. മാൽപ്പേ സീ വാക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഇത്തിരി ദൂരമൊക്കെ ഉണ്ട് കേട്ടോ അവിടേക്ക്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ് ബോയ്സ്. മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഇല്ല എന്നാണ് നമ്മളെ അടുത്ത് ഈ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബോട്ടിങ്ങൊക്കെ നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊക്കെ അയാൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഈ ഒരു മഴ അതിന് അനുകൂലമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് എത്തുമ്പോൾ തന്നെ ഭയങ്കര ഒരു ആകാംക്ഷയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കാണില്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഫിഷിംഗ് ഹാർബറൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത്. പിന്നെ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ് യാർഡ്, നമ്മുടെ കപ്പലൊക്കെ ഉണ്ടാക്കുന്ന ഏരിയ ഇവിടെ കാണാം. ഞങ്ങൾ ഏകദേശം ഒരു 6 മണി സമയമായി അവിടെ എത്തിയപ്പെട്ടോ. അപ്പോഴും ആളുകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ കാഴ്ചകളും കാറ്റൊക്കെ കൊണ്ടിട്ട് ആ ഒരു വൈബ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മഴ മൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു നമ്മൾ എത്തിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇപ്പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൾക്ക് ഇതിലേക്ക് ഒന്ന് കയറണം എന്ന് തോന്നി. അങ്ങനെ അതിലൊക്കെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. പിന്നെ ഇങ്ങനെ കണ്ട് നടക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം ഒരു കുഞ്ഞിപ്പൂച്ച അങ്ങനെ നിൽക്കുന്നുണ്ട്. ആ പൂച്ച നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊരു ഭയങ്കര കൗതുകമായിട്ട് തോന്നും കേട്ടോ. നിറയെ പൂന്തോട്ടങ്ങളും പച്ചപ്പും ഒരു കുഞ്ഞി കുട്ടി പാർക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അങ്ങനെ ഒരു മീനുണ്ട്. ആ മീനിൻ്റെ മുഖമൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിലുള്ളതാണ്. ഇവിടെയൊക്കെ എത്തിയിട്ട് നമ്മൾ കുഞ്ഞമ്പാടീനെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് ഈ മീനിൻ്റെ മുഖം കാണാൻ തന്നെ. കുറേ പേരിങ്ങനെ കണ്ടു മടങ്ങുന്നുണ്ട്, കുറേ പേര് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ ഇങ്ങനെ വരുന്നുണ്ട്, ഒരു മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. എന്നാലും ഒരുപാട് പേര് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലൊരു സ്ഥലമുണ്ട് ഇവിടെ കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഏതൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും നടന്നു. അപ്പം ഞങ്ങളിങ്ങനെ യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ പറയുന്നതൊക്കെ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ തന്നെ വൈറലാവും. അങ്ങനത്തെ ആജാതി കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ വോയിസ് ഒന്നും ഇടുന്നില്ല കേട്ടോ. അമ്മ അങ്ങനെ ഫോട്ടോയ്ക്കൊന്നും നിന്ന് തരില്ല കേട്ടോ. പക്ഷെ വീഡിയോയിൽ അമ്മ ആക്റ്റീവാണ് കേട്ടോ. അതാണ് നമുക്ക് സന്തോഷം. അമ്മ ഫോട്ടോ എടുക്കാൻ വരില്ല, എങ്ങനെ വിളിച്ചാലും വരില്ല. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കിയാലാണ് അമ്മ ഫോട്ടോയ്ക്കൊക്കെ വരുള്ളൂ. പക്ഷെ വീഡിയോ ഒക്കെ ആക്റ്റീവാണ് കേട്ടോ. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ അമ്മ തന്നെയാണ് പറഞ്ഞത്, എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു കൂട്ടാം, നമുക്ക് തുടങ്ങുക ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ പറയൽ തുടങ്ങിയതാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോയിലേക്ക് നിൽക്കാനുള്ള മടിയൊന്നും അമ്മയ്ക്കില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ സീവാക്ക് തുടങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പോസ്റ്ററിൽ ഇങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടനും കുട്ടിയും കൂടിയിട്ട് അവിടെ കയറി നിന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ ഏതൊരു ഭാഗം കണ്ടാലും അവർ അപ്പം അവിടെ കയറി നിൽക്കും കേട്ടോ. എന്നിട്ട് അവരുടെ ഫോട്ടോ എടുക്കുക പറയും. ഇവിടുന്ന് നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനിതിൽ അറ്റാച്ച് ചെയ്തിടേ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഫോട്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗം കാണുമ്പോൾ നമുക്ക് എന്തൊരു വൈബാണെന്ന് അറിയാം. നമ്മൾ കണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. ഞങ്ങൾ പോണ്ടേ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ വീട്ടിലിരിക്കുകയായിരുന്നു. കാരണം മഴയാണ്, പിന്നെ വണ്ടി കിട്ടുമെന്ന് അറിയണ്ടായിരുന്നില്ല. പക്ഷെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര മിസ് ചെയ്തിരുന്നു. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. നമുക്കിങ്ങനെ ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ഇത് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ പോയി കാണുമ്പോൾ ആ ഒരു വൈബ് അതൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സീവാക്ക് തുടങ്ങുന്ന അറ്റം മുതൽ അടുത്ത അറ്റം വരെ ഇങ്ങനെ നിരപ്പായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ നിരപ്പായിട്ട് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ ഇരുന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. നല്ല മഴക്കോളൊക്കെ വരുന്നുണ്ട്, മഴ മൂടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരുപാട് പേര് നമ്മൾ അങ്ങോട്ട് കാണാൻ വരുന്നുണ്ട്. മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മ പിന്നെ എല്ലാം ആസ്വദിച്ചിട്ട് മെല്ലെ പതുക്കെ കണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഒരു മാമനും കുട്ടിയാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നടക്കുക കേട്ടോ. നല്ലൊരു ഏരിയ കണ്ടാൽ അവർ ഫോട്ടോ എടുക്കാൻ നിൽക്കും കേട്ടോ. ഞാനും ഉണ്ണിമോളും പിന്നെ അങ്ങനത്തെ ഏരിയ നോക്കി നടക്കണം. പക്ഷെ അതിന് മുന്നേ തന്നെ ഇവർ ഓവർടേക്ക് കിട്ടും. അങ്ങനെ മീൻപിടുത്തക്കാരൊക്കെ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ നമുക്ക് ഇങ്ങനെ പോകുന്തോറും അവർ നമ്മളതിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ തോന്നുന്നുണ്ട്. കുഞ്ഞമ്പാടിക്കാണെങ്കിൽ ആളുകളെ കാണുമ്പോൾ എല്ലാവരുടെ അടുത്തേക്കും പോകണം എന്നുള്ള ഒരു മൈൻഡാണല്ലോ.
ഇങ്ങനെ ഈ ഒരു ഭാഗം ഒരുപാട് സിനിമകളിലും എന്താ പറയാ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഒരു ഏരിയയാണിത്. നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നടന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അറ്റത്തെത്താനായപ്പോൾ നല്ല മഴ പെയ്തു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചിങ്ങോട്ട് പോന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ നല്ലൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ നല്ലൊരു കോഫി കുടിച്ചു. സൂപ്പർ കോഫിയാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറി നമ്മുടെ വീടിൻ്റെ അവിടെ എത്താനായി. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. കുഞ്ഞമ്പാടി അപ്പോൾ ഭയങ്കര കളിയായിരുന്നു, നല്ല രസമായിരുന്നു. അവന് ഫുഡ് വരുന്നവരെ അവൻ്റെ കൂടെ ഞങ്ങൾ കളിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീടെത്തി.